നമസ്കാരം. ഞങ്ങളുടെ ദില്ലി യാത്രയുടെ ഒരു പുതിയ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളെ യാത്രയിൽ ബസ്സും അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് പേര് വാനിലൊക്കെ ആയിട്ട്, പിന്നെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ആയിട്ട് 100-150 ആളുകൾ ഞങ്ങൾ യാത്രയുടെ ദില്ലിയിൽ എത്തിയതിന് 3-ാം ദിവസം രാവിലെ കുത്തബ് മിനാർ, അവിടെയായിരുന്നു ഞാൻ അവസാനിപ്പിച്ചത് കഴിഞ്ഞ പാട്ടിൽ. അപ്പോൾ കുത്തബ് മിനാർ സന്ദർശനമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ ലോട്ടസ് ടെമ്പിൾ, അതൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്, അവിടെ ഒന്ന് പോവാം എന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ പോകാനേ ഉള്ളൂ, ഒരു 10-20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. റോഡ് അത്ര തിരക്കൊന്നുമില്ല. ഞാൻ മുന്നേ സൂചിപ്പിച്ചല്ലോ, നമ്മളൊരു വനത്തിനുള്ളിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് ഈ യാത്രകളിലൊക്കെ. ഡൽഹിക്ക് എനിക്ക് തോന്നിയത്, എൻ്റെ ആ ഒരു ഡൽഹിയിലെ ഈ 2 ദിവസം കൊണ്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഡൽഹിക്ക് പല മുഖങ്ങളുണ്ട്. അതായത് ഞങ്ങൾ താമസിക്കുന്ന ഈ കരോൾ ബാഗ്, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഞാനിപ്പോഴോ 92-ലോ മറ്റോ ഞാൻ ബഹ്റൈനിലേക്ക് വരുമ്പോൾ ബോംബെ വഴിയായിരുന്നു വന്നത്. അപ്പോൾ അതുപോലെയുള്ള എന്താ തിരക്കേറിയ ഭയങ്കര തിരക്ക്, അതുപോലെ തന്നെ വൃത്തിഹീനമായ ചുറ്റുപാടുകൾ, അങ്ങനെയുള്ള ഒരു നമുക്ക് പെട്ടെന്ന് മടുത്തു പോകുന്ന ഒരു സംഭവമാണ് കരോൾ ബാഗിൽ നമ്മൾ അനുഭവപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ബോംബെയൊക്കെ ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിൽ നോക്കുമ്പോൾ ഈ കരോൾ ബാഗിൽ പോയാൽ നമുക്ക് അത്രയും നമ്മളെ ക്യാപിറ്റൽ സിറ്റിയാണെന്ന് പോലും തോന്നിപ്പോവും. അപ്പോൾ ഞങ്ങളിവിടെ ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്ത് ഉള്ള ഒരു പാർക്കിൽ എത്തി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷേ ടെമ്പിൾ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഓപ്പൺ ആവും എല്ലാ ഭാഗവും എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ടെമ്പിളിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോ എടുത്തു. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ അതൊന്ന് കാണണം ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പം അവിടെ ചിലപ്പോൾ അടച്ചു പോകാൻ കൃത്യമായ ടൈമിങ് നമുക്ക് അറിയാത്തതുകൊണ്ട് അവിടെ അടച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് നടക്കണോ, അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് കുറേ നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു റൂട്ട് തന്നെയാണ്. അവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ, അവിടുന്ന് പിന്നെ ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ പോകാനുണ്ട്. അത് തുഗ്ലക് റോഡിലാണെന്ന് തോന്നുന്നു ഇന്ദിരാഗാന്ധി മ്യൂസിയം. എൻ്റെ ഒരു ഊഹം വെച്ച് പറഞ്ഞാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ തിരുത്താവുന്നേ ഉള്ളൂ. തുഗ്ലക് റോഡാണ് എൻ്റെ സഫ്ദർജംഗ് റോഡോ അങ്ങനെ എന്തോ ഒരു റോഡുണ്ട്. എന്തായാലും ഡൽഹിയുടെ ഒരു ഹൃദയഭാഗത്തു നിന്ന് തന്നെ പറയാം, ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതി അതിന്നും അവിടെ നിലനിർത്തിയിരിക്കുന്നു. വളരെ ഓർമ്മകൾ, രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ അടങ്ങുന്ന ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ഫലകങ്ങളും വാർത്തകളും ഒക്കെ അടങ്ങിയ ഒരു സംഭവം തന്നെയാണ്. കുറേ നേരം കാണാൻ തന്നെ ഉണ്ട്. അത് ഏതായാലും ദില്ലിയിൽ പോകുന്ന ആളുകൾ പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം എന്ന് പറയുന്നത്. നമുക്കൊരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. പക്ഷേ അത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി ശക്തിയായ പ്രധാനമന്ത്രി എന്ന് തന്നെ പറയാം. ചടുലമായ നീക്കങ്ങൾ എടുക്കുന്ന, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനേക്കാളും അപ്പുറമുള്ള ചില തീരുമാനങ്ങളൊക്കെ. ഇപ്പം 71-ലെ വാർ, ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ വിഭജിക്കുന്ന വാറിലൊക്കെ എടുത്ത തീരുമാനങ്ങളൊക്കെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ചടുലമായ തീരുമാനങ്ങളും ചടുലമായ നീക്കങ്ങളുമൊക്കെ എടുത്ത ഒരു ശക്തിയായ പ്രധാനമന്ത്രി. ചേരിചേരാ രാജ്യങ്ങളെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. അന്ന് പിന്നെ US-ൻ്റെ ഒരു ചേരിയും USSR തകർന്ന ഇന്നത്തെ റഷ്യയുടെ മുൻപത്തെ രൂപമായ USSRൻ്റെ ഒരു ചേരിയും, അങ്ങനെ ഈ 2 ചേരിയിലില്ലാത്ത ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയ അതിൻ്റെ അധ്യക്ഷയൊക്കെ ആയിരുന്ന ഇന്ദിരാഗാന്ധി പിന്നീട്
റഷ്യൻ്റെ ചേരി ഇല്ലാതെ തന്നെ ആയപ്പോൾ ആയിരിക്കാം പിന്നീട് അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാണ്ടായി. ഇപ്പോൾ ഇന്ന് അതുണ്ടോയെന്ന് തന്നെ വലിയ സംശയമാണ്. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചേരി രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയും അതിലെടുക്കുന്ന തീരുമാനങ്ങളെ സ്വാഗതം എല്ലാവരും വീക്ഷിക്കുന്നവർക്ക് ഒരു സമയമുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന വീടാണിത്. ഞങ്ങൾ ആദ്യം തന്നെ എത്തി. പിന്നീട് ബസ്സിന് വന്ന ആൾക്കാരൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം കൂടെ വന്നതിന് ശേഷം ഒന്നിച്ച് ഉള്ളിൽ കയറാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ എൻട്രൻസാണ് ഈ കാണുന്നത്. അവിടുന്ന് ഞങ്ങൾ ഏതായാലും ഉള്ളിലോട്ട് കടന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാനുണ്ട്. ഇതിലെ ചില ഭാഗങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്യാതെ ഇട്ടിരിക്കുകയായിരുന്നു. ഏതായാലും അത് ഒരു വല്ലാത്തൊരു എന്താണ് പറയുക, എനിക്കത് വിവരിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയായിരുന്നു അത്. നമ്മളത് ഉള്ളിൽ കാണുമ്പോൾ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ മകൻ രാജീവ് ഗാന്ധിയുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മ്യൂസിയം തന്നെയാണ്. അവരുടെ ചെറുപ്പകാലത്തെ ഫോട്ടോസും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ ചെറുപ്പകാലം, അവരുടെ വിവാഹം, മക്കളെ ഫോട്ടോ, അങ്ങനെ രാജീവ് ഗാന്ധിയുടെ അവസാനമായിട്ട് അപകടപ്പെടുമ്പോൾ ധരിച്ച ഡ്രസ്സിൻ്റെ അവശിഷ്ടങ്ങളും, ഷൂ, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീഴുമ്പോൾ അവർ ധരിച്ചിരുന്ന സാരി, അതുപോലെ തന്നെ അവരുടെ ചെരുപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അറിയാതെ നമുക്ക് എവിടെയൊക്കെ അവരെ സ്നേഹിക്കുന്നവർ, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ സ്നേഹിക്കുന്നവർ, തികച്ചും നമ്മുടെ രാഷ്ട്രീയമൊക്കെ മറന്ന് നിൽക്കുന്ന ആളുകൾ, വല്ലാത്തൊരു വിങ്ങൽ തന്നെ നമുക്ക് ഉള്ളിലുണ്ടാവും. അതിൻ്റെ ചരിത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ന്യായങ്ങളിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഏതായാലും വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്ത്. അവരുടെ വീടും ആ വീട്ടിലെ അവരുടെ ബെഡ്റൂം, അതുപോലെ തന്നെ അവരുടെ ഡൈനിങ് ഹാള്, അത്യാവശ്യം ചെറിയ മീറ്റിങ്ങിനൊക്കെ ഇരിക്കാവുന്ന സംഭവങ്ങളൊക്കെ അടങ്ങിയ അധികം വലിപ്പമില്ലാത്ത ഒരു വീട് തന്നെയാണ്. നമ്മളൊരു അന്നത്തെ കാലത്ത് പ്രധാനമന്ത്രിയുടെ, ഇന്നത്തെ എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ അന്നത്തെ ഒരു പ്രധാനമന്ത്രിയുടെ ലളിതമായ ഒരു സാധാരണ വീട് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും. അത്തരമൊരു വീട്ടിൽ തന്നെയായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരു
ഹൗസ് അല്ല, ഒരു കോൺഫറൻസ് ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ പത്രസമ്മേളനമൊക്കെ നടത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടത്തേക്ക് പോകുന്ന വഴിയിലാണ് സ്വന്തം അംഗരക്ഷകരാൽ അവർ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. അപ്പം ആ വാർത്തകളും ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രങ്ങളും ഒക്കെ പല ഫോട്ടോസിലൂടെയും പത്ര കട്ടിങ്ങുകളും ഒക്കെ അതിൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഉയർച്ച താഴ്ചകളെ പറ്റിയും അവർ രാജിവെച്ച് വെക്കേണ്ടി വന്ന സാഹചര്യങ്ങളും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇന്ദിരാഗാന്ധി വമ്പിച്ച വിജയത്തോടുകൂടെ തിരിച്ചു വന്നതും അതിനുശേഷം നടന്ന അവരുടെ പ്രസംഗങ്ങളും പിന്നീടുണ്ടായ അവർ കൊലപാതകവും ഇതൊക്കെ വിവരിച്ചുകൊണ്ട് ഉള്ള ഒരു ഫോട്ടോകൾ തന്നെയാണ് നമുക്കവിടെ. ഫോട്ടോസും അതുപോലെ തന്നെ വിവരണങ്ങളും പത്രവാർത്തകളും ഒക്കെ തന്നെ നമുക്കവിടെ കാണാൻ കഴിയും. ഒരു നമ്മളത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നെടുവീർപ്പോടും കൂടിയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. രാജീവ് ഗാന്ധിയുടെ അതേമാതിരി തന്നെയാണ്. രാജീവ് ഗാന്ധിയുടെ ഡ്രസ്സെന്ന് പറയാനില്ല. അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഒരു പൈജാമയുടെ ഒരു മുട്ടിന് താഴോട്ടുള്ള കുറച്ച് ഭാഗം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് ഷൂ ആണ്. ഷൂവിന് വലിയ പരിക്കൊന്നും വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോംബ് സ്ഫോടനത്തിൽ മനുഷ്യ ബോംബ് ആയിരുന്നല്ലോ. അവർ വന്നു സ്വയം പൊട്ടിത്തെറിച്ച്, അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും ചെന്നിച്ചെതറി. അന്നത്തെ വാർത്തകളിലൊക്കെ നമുക്കത് കണ്ടിരുന്നു. പക്ഷേ ടി വിയിലൊക്കെ അത് കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ പിൻഭാഗത്തുള്ള ഒരു ഭാഗവും അതുപോലെ തന്നെ കമന്ന് കിടക്കുന്നതായിട്ടുള്ള ഒരു കാലിൻ്റെ ഭാഗമായിരുന്നു അന്നൊക്കെ ടി വിയിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണം എന്ന് പറയുന്നത് ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു സംഭവം നടന്നത്. അന്ന് ഇത്രയും വാർത്ത ഇതൊന്നും ഇല്ലായിരുന്നു. ആകാശവാണിയിലൂടെ ആയിരുന്നു ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരുന്നത്. ഞങ്ങൾ ഏതാനും പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ ആ ഒരു സ്ഥലം, അത് ഗ്ലാസ് വെച്ച് നടന്നു പോകുന്ന നടപ്പാത ഒരു പ്രത്യേകതരം ഗ്ലാസ്സിനാൽ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുന്നു. ആളുകൾക്ക് അവിടത്തേക്ക് പ്രവേശനമില്ല. നമുക്ക് ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ബെഡ്റൂമാണിത്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നത് അന്നത്തെ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് അവർ ആ വിൻഡോയുടെ ഭാഗം പൊളിച്ച് അവിടെ പ്ലെയിൻ ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കത് പുറമേന്ന് നമുക്കുള്ളിലോട്ട് കയറാൻ പറ്റില്ല. പുറമേന്ന് അവരുടെ ആ ബെഡ്റൂമും അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഉള്ള ഒരു സിറ്റ് ഔട്ട്, പിന്നെ ഡൈനിങ് ഹാളുമുണ്ട്. ഇത് നമ്മൾ പുറത്തിറങ്ങി, ഇതാണ് അവരുടെ വീട്, പിൻഭാഗമാണ്. ഈ വീടിൻ്റെ പിൻഭാഗത്ത് എത്തി. ആ പിൻഭാഗത്തൂടെ ഉള്ള വ്യൂ ആണ് നമ്മൾ പറയുന്ന അവരുടെ ഡൈനിങ് ഹാള്. അതിനോട് ചേർന്നുള്ള ഒരു സിറ്റ് ഔട്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് പിന്നീട് നമ്മളിപ്പം പുറത്താളുള്ളത് അവരുടെ ആ സാരിയാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാം, അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ഈ നടപ്പാതയാണ്. ഈ നടപ്പാതേൻ്റെ ഇടതുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ചെറിയൊരു ചുമയുണ്ടായിരുന്നു, സോറി. അപ്പം ഈ നടപ്പാതയിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും അവർ നടന്നു പോയ സ്ഥലവും. എനിക്ക് ചെറിയൊരു ചുമയുണ്ട്, അതിനിടയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിലെത്തി. അവർ നടന്ന് വന്ന ആ ഒരു പാത എൻ്റെ വൈഫാണ് കേട്ടോ, അത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ആ പാതയുടെ സൈഡിൽ അവരെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നു. അവർ നടന്നു പോകുമ്പം അവരെ
വെടിയേറ്റ് വീണ സ്ഥലവും അതുപോലെ തന്നെ വെടിവെച്ച ആളുകൾ 2 പേരായിരുന്നല്ലോ, സബ്ദൻ സിംഗും ബിയാൻ സിംഗും. ഒരാളെ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുകയും മറ്റയാളെ ഇവിടെ പിടികൂടുകയും ഒക്കെ ചെയ്ത് പിന്നീട് വിചാരണയൊക്കെ നടത്തി കേസുകളൊക്കെ അറിയായിരിക്കും. ഇതാണ് അവർ നടന്നു വന്ന പാത. ആ വീട് അങ്ങേ അറ്റത്തുനിന്ന് ഇപ്പുറത്തുള്ള ഈ വീട്ടിലേക്ക് അവർ നടന്നു വരികയായിരുന്നു. ഈ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നതായിരുന്നു സെക്യൂരിറ്റിയുടെ പോസ്റ്റ്. അവിടെ നിന്ന് ആണ് അവർ പുറത്തേക്ക് ഇറങ്ങി വരികയും ഉടനെ തന്നെ തോക്ക് ചൂണ്ട് നിങ്ങളെന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കലും അപ്പോഴത്തേക്ക് തുരുതുരാ വെടി ഏറ്റവും ആ ഗ്ലാസ് വെച്ചിരിക്കുന്ന ഭാഗത്തായിരുന്നു അവർ വീണത്. അത് നമുക്ക് അടുത്ത് പോയിട്ട് കാണാൻ പറ്റില്ല. ഈ ഒരു ഇവിടെ ആയിരുന്നു പത്രസമ്മേളനം അങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന ഒരു ഔട്ട് ഹൗസ് ആയത്. ഇവിടത്തേക്ക് നടന്നു വരാമെന്ന്, അതായത് മെയിൻ ആ വീട്ടിൽ നിന്ന് ഒരു നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഏകദേശം ഒരു 50 മീറ്ററിൻ്റെ താഴെയുള്ളൂ അവിടത്തേക്ക് നടന്നു പോകാൻ. അപ്പം കൂടെയുള്ള 2 പേരും അവർ സെക്രട്ടറിയും എല്ലാവരും കൂടെ നടന്നു വരുമ്പോൾ ആണ് പ്രതീക്ഷിക്കാതെ, ഏതായാലും ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ഒരു വധഭീഷണി ഉണ്ടായിരുന്നു, സ്വന്തം സെക്യൂരിറ്റിക്കാരായ സിഖുകാരെ മാറ്റണമെന്ന് ഇൻ്റലിജൻസ് പറഞ്ഞിട്ട് പോലും അവരെ വിശ്വാസത്തിലെടുത്ത് എനിക്ക് എൻ്റെ സെക്യൂരിറ്റിയിൽ എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് അവരെ മാറ്റേണ്ടതില്ല എന്ന് സ്വയം തീരുമാനം തന്നെ എടുത്തായിരുന്നു. ഇന്നത്തെ പ്രധാനമന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഇത്തരം Z കാറ്റഗറിയിൽ പോകുന്ന ആൾക്കാർക്കോ സ്വയം അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ള നിയമം അതിനുശേഷം വന്നതാണ്. അതായത് അവരല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് സെക്യൂരിറ്റി കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ സെക്യൂരിറ്റി എനിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം ഒരു അങ്ങനെയുള്ള പൊസിഷനിലിരിക്കുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം അതിനുശേഷം ഒരു നിയമമായിട്ട് തന്നെ വരികയും, പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് തന്നെ സ്വയം തന്നെ പറഞ്ഞായിരുന്നു അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. ഇന്നങ്ങനെ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ആയിരുന്നെങ്കിലും. ഏതായാലും വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഞങ്ങളിത് ഡൽഹിയിൽ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെ. നമ്മുടെ പ്രധാനമന്ത്രിയെ ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ പറ്റി അറിയാനും അവർ മരിച്ചു വീണ ആ ഒരു സ്ഥലം കാണാനും വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന് എൻട്രി ഫീസോ മറ്റോ അങ്ങനെയുള്ളതൊന്നുമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ എൻട്രി ഫീസ്. പക്ഷേ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള പോലീസുകാരും സെക്യൂരിറ്റിക്കാരും ഒക്കെ അവിടെയുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കോമ്പൗണ്ട് അകത്തുള്ള കാര്യങ്ങൾ. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഓരോ ഭാഗങ്ങളും വളരെ സൂക്ഷ്മമായി ചിത്രീകരിച്ച് വളരെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പോയി കാണുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ശക്തയായ ഭരണാധികാരിയുടെ ഒരു യാദൃശ്ചികമായ ഒരു വിയോഗം. അവരെ സോവനീറുകളൊക്കെ ഉണ്ട്, വലിയ എമൗണ്ട് ഒന്നുമില്ല. നമുക്കെന്തെങ്കിലും അങ്ങനെയുള്ള അവിടെ പോയി എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് ടീഷർട്ടുകൾ അതുപോലെ തന്നെ മറ്റുള്ള സോവനീറുകൾ ഒക്കെ നമുക്കവിടെ വാങ്ങിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. നല്ല ഞാൻ പറഞ്ഞില്ല, ഡൽഹി എന്ന് പറയുന്നത് ഒരു കാടിൻ്റെ നടുവിലാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകും. കാരണം അപ്പോഴൊക്കെ തണൽ മരങ്ങളാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു കൊച്ചു വീട് എന്ന് തന്നെ പറയാം. ഇതിനകത്താണ് ഞങ്ങളങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഏകദേശം ഈ ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഏതായാലും ഇത് കുറച്ച് ലെങ്ത് കൂടിയൊരു വീഡിയോ ആണ്. അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ഒരു ചാപ്റ്ററായിട്ട് ഞാൻ വീണ്ടും വരും. ഞങ്ങൾ താജ്മഹലാണ് അടുത്ത ലക്ഷ്യം. അടുത്തേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.